കഴിഞ്ഞ ദിവസം നമ്മൾ പ്രൈമറി ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറ്റി പറഞ്ഞു. അതിന്റെ എവല്യൂഷൻ ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെ ടൈപ്പാണ് പ്രൈമറി അഗ്രികൾച്ചറൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ സർവീസ് ആയിട്ടുള്ള മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി? ഏതൊക്കെയാണ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ക്രെഡിറ്റ് സൊസൈറ്റീസ്? അതിന്റെ എവല്യൂഷൻ എങ്ങനെ? പ്രൈമറി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആരംഭിക്കുന്നത് 1904 അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയോട് കൂടിയാണ്. 1904 അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസിന്റെ തുടക്കമിട്ടു. പിന്നീട് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി 1945 ആരംഭിച്ചു. അതിനുശേഷം ലാർജ് സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ് 1956 സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി 1958 ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി 1972 ആരംഭിച്ചു. ഇതാണ് അതിന്റെ എവല്യൂഷൻ. ഇതൊക്കെയും പ്രൈമറി ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഈ പ്രൈമറി ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിന്റെ വർക്കിങ്ങിലൊക്കെ പല മാറ്റങ്ങളും കൊണ്ടുവന്നുകൊണ്ടാണ് ഓരോ സൊസൈറ്റിയും വന്നത്. പ്രൈമറി യൂണിറ്റ് വില്ലേജിന് യൂണിറ്റ് ആയിട്ട് എടുത്തുകൊണ്ടാണ് അധിക സൊസൈറ്റീസും വന്നത്. സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് വില്ലേജിന് ഒരു യൂണിറ്റ് ആയിക്കൊണ്ട് എടുത്ത സൊസൈറ്റിയാണ്. അത് പല സ്റ്റേജിലൂടെ കടന്നുപോയി. പലതരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ അതിനുണ്ടായി. അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, മൾട്ടിപർപ്പസ് സൊസൈറ്റി, ലാർജ് സൈസ് സൊസൈറ്റി, സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫാർമർ സർവീസ് സൊസൈറ്റി എന്നിങ്ങനെ പല പേരുകളിലാണ് ഈ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് വളർന്ന് വന്നത്. അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്നത് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെയുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതിന്റെ ആക്ടിവിറ്റീസ് ഡൈവേഴ്സിഫൈ ചെയ്തു. പിന്നീട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൊസൈറ്റീസ് കവറിങ് വേരിയസ് എക്കണോമിക് ഫീൽഡ്. അതിനുശേഷം വ്യത്യസ്ത മേഖലകളിലേക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ ആക്ടിവിറ്റീസ് വ്യാപിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് തുടക്കം എന്നുള്ളത് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് തന്നെയാണ്. One of the cooperative credit society for particular purpose, ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി മാത്രം, പ്രത്യേകിച്ച് അഗ്രികൾച്ചർ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് തുടങ്ങിയതാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി. ക്രെഡിറ്റ് സൊസൈറ്റീസ് ശരിക്കും റാഫിസാൻ മോഡലാണ് ഇന്ത്യയിൽ ആരംഭിച്ച ഈ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഒരു ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വില്ലേജ് മാത്രമാണ് അതിന്റെ പ്രവർത്തനം. ആ സൊസൈറ്റീസ് വില്ലേജിൽ മാത്രം ഓപ്പറേഷനുള്ള സൊസൈറ്റീസ് ആയിട്ടാണ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി നിലവിൽ വന്നത്. മാത്രമല്ല അവയുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരുന്നു എന്നുള്ളതാണ് അവയുടെ പ്രത്യേകത. മാനേജ്മെന്റ് ഓഫ് സൊസൈറ്റി ഓണററി ബേസിസ് ആയിരുന്നു. മാനേജ്മെന്റ് ഓഫ് സൊസൈറ്റി ഓണററി ബേസിസ് ആയിരുന്നു. ഇതാണ് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിന്റെ ആകെ ചിത്രം. നെക്സ്റ്റ് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് സോൾലി ഫോർ മണി ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പ്രൈമറി അഗ്രികൾച്ചർ സൊസൈറ്റീസ് were functioning solely as money lending institution. ഒരു മണി ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷനായി മാത്രമാണ് പ്രൈമറി അഗ്രികൾച്ചർ സൊസൈറ്റീസ് വർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ they took little interest in other spheres of the economic life of the members. അതിലെ മെമ്പേഴ്സിന് മറ്റ് സ്പിയേഴ്സിൽ മറ്റ് മേഖലകളിലേക്കൊന്നും തന്നെ ഇത് ഒരു താല്പര്യം കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ they did not pay any attention many sided problems confronted by the members. അവർ നേരിടുന്ന ഒരു പ്രശ്നങ്ങൾക്കും ഇതിലെ മെമ്പേഴ്സിന്റെ മറ്റു പ്രശ്നങ്ങൾക്കൊന്നും തന്നെ ഇതിന് പരിഹാരം കാണാൻ ശ്രമിച്ചിരുന്നില്ല. 30s ഭയങ്കര ഡിപ്രഷൻ ഉണ്ടായി. ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായ സമയത്ത് പോലും ഇതിന്റെ പ്രവർത്തനം അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്തു അതിന് കോപ്പറേറ്റീവ് മൂവ്മെന്റിന്. അതുകൊണ്ട് തന്നെ ഈ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിക്ക് ഒരുപാട് ഡിഫക്റ്റുകൾ ഉണ്ടായിരുന്നു എന്ന് പറയാം. ആ ഡിഫക്റ്റ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസിൽ നിന്നും മാറി
എല്ലാ തരത്തിലുള്ള വില്ലേജേഴ്സിൻ്റെ എല്ലാ തരത്തിലുള്ള റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു തരം ബാങ്കുകൾ വരണം എന്നുള്ള ഇതിലേക്ക് എത്തി. അങ്ങനെ അത്തരത്തിലൊരു എക്സ്പെരിമെൻ്റ് ബറോഡ സ്റ്റേറ്റ് എന്ത് ചെയ്തു, മുന്നോട്ട് വെച്ചു. ആ ബറോഡ സ്റ്റേറ്റ് എക്സ്പെരിമെൻ്റ് മാതൃകയിലാണ് പിന്നീട് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസായി വരുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഈ ഐഡിയ എന്ത് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡയറക്റ്റഡ് that credit societies India should be organized in multi-purpose cooperative society. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും പറഞ്ഞു മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിട്ടാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് സൊസൈറ്റീസ് വരേണ്ടത് എന്നുള്ളത് അവർ ഡയറക്റ്റ് ചെയ്തു. ഈ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ സൊസൈറ്റീസ് എന്ത് ചെയ്തു, സെൻറ്റർ ഓഫ് ആക്ടിവിറ്റീസ് എന്തായി മാറി. എല്ലാ ആക്ടിവിറ്റീസ് സെൻറ്റർ ഓഫ് ആക്ടിവിറ്റി ഓഫ് ദി ഓൾ വില്ലേജസ് എൻജോയ് മാക്സിമം ബെനിഫിറ്റ്. വില്ലേജേഴ്സിൻ്റെ മാക്സിമം ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്ന സെൻറ്ററായി എന്ത് മാറി, ഈ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ മാറും. മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എയിം എന്ന് പറയുന്നത് ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആണ്. ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ഉണ്ടാവുക എന്നുള്ളതാണ്. കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മീഷനാണ് 1945 ഈ ഇതേ നിർദ്ദേശത്തെ തന്നെ മുന്നോട്ട് വെച്ചത്. അങ്ങനെ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രംഗത്ത് വന്നു. മൾട്ടിപർപ്പസ് സൊസൈറ്റി അതിന് പ്രൊവൈഡ് ചെയ്യുന്ന എന്തുമാത്രമല്ല ക്രെഡിറ്റ് മാത്രമായിരുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ സപ്ലൈ ഓഫ് സീഡ്സ്, സപ്ലൈ ഓഫ് ഫെർട്ടിലൈസേഴ്സ്, സപ്ലൈ ഓഫ് അഗ്രികൾച്ചർ ഇംപ്ലിമെൻറ്റ്സ്, മാർക്കറ്റിംഗ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് തുടങ്ങി മറ്റ് സർവീസസ് കൂടി ചെയ്യുന്ന ഒരു സൊസൈറ്റി ആയിട്ടാണ് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി നിലനിന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എൻ ഓർഗനൈസേഷൻ വിച്ച് ആൾ ഫാമേഴ്സ് വിത്ത് ഡിഫറെൻറ്റ് എക്കണോമിക് നീഡ്സ് ആർ മെമ്പേഴ്സ്. വ്യത്യസ്ത നീഡ്സുള്ള എല്ലാ ഫാമേഴ്സും ഇതിൽ മെമ്പറായിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ടാണ് എന്ത് ചെയ്തത്, മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി വളർന്നു വന്നത്. The society becomes center of all activities connected with the whole life of the villagers. Multi-purpose society idea can best describe the words of Sir Horace Plunkett. Better farming, better business, better living. ഈ വാചകം തന്നെ മതി മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ വിശദീകരിക്കാൻ. ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ്, ബെറ്റർ ലിവിങ്. മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫങ്ഷൻസ് ഏതൊക്കെ നോക്കാം. ഇറ്റ് ടു ഫിനാൻസ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിന് ഫിനാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫങ്ഷൻ. രണ്ടാമത്തെ ഫങ്ഷൻ എന്താണ്, ടു സപ്ലൈ ഇൻപുട്സ് സച്ച് സീഡ്സ്, മാനർ, അഗ്രികൾച്ചർ ഇംപ്ലിമെൻറ്റ്. ഇൻപുട്സ് സപ്ലൈ ചെയ്യുക, സീഡ്സ്, മാനർ, അഗ്രികൾച്ചർ ഇംപ്ലിമെൻറ്റ്സ് ഒക്കെ. Then to supply essential consumer goods like cloth, kerosene, salt. എസെൻഷ്യൽ ആയിട്ടുള്ള കൺസ്യൂമർ ഗുഡ്സ് സപ്ലൈ ചെയ്യാനും ഈ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആവുമായിരുന്നു. ടു ആക്ട് ആസ് എൻ ഏജന്റായി വർക്ക് ചെയ്യുക ഫോർ സെയിൽ ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. കർഷകരുടെ അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകൾ വിറ്റഴിച്ചു കൊടുക്കുന്നതിൽ ഏജന്റായി വർക്ക് ചെയ്യാനും ഇവർക്ക് കഴിഞ്ഞു. ഫങ്ഷനാണ്. Then next to serve as milk collection station and center of animal first aid. മിൽക്ക് കളക്ഷൻ സ്റ്റേഷനായിട്ട് സെർവ് ചെയ്യുക. ടു എൻകറേജ് സബ്സിഡറി ഒക്കുപ്പേഷൻസ് ഓഫ് ദി മെമ്പേഴ്സിൻ്റെ മറ്റ് സബ്സിഡറി ആയിട്ടുള്ള ഒക്കുപ്പേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുക. ഇതൊക്കെയാണ് ഇവരുടെ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫങ്ഷൻസ്. എന്തൊക്കെയാണ് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അഡ്വാൻറ്റേജസ്? യെസ്, മെമ്പേഴ്സ് ക്യാൻ ഗെറ്റ് ഓൾ ദിയർ റിക്വയർമെൻറ്റ്. എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങളും ഈ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി തീർത്തു കൊടുക്കുമായിരുന്നു. മൾട്ടിപർപ്പസ് സൊസൈറ്റി പ്രൊവൈഡ് വെറൈറ്റി ഓഫ് സർവീസ്. ഇറ്റ് വിൽ ഏബിൾ ടു അട്രാക്ട് മോർ മെമ്പേഴ്സ്. അതുകൊണ്ട് തന്നെ കുറേ ആളുകളെ അട്രാക്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചു. മെമ്പേഴ്സ് ഹാവ് ഫ്രീക്വൻറ്റ് കോണ്ടാക്ട് വിത്ത് ദി സൊസൈറ്റി. മെമ്പേഴ്സ് പതിവായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. ദി വോളിയം ഓഫ് ബിസിനസ്, MPCSൻ്റെ വോളിയം എന്നുള്ളത് ഹൈ ആണ്. അതുകൊണ്ട് തന്നെ നല്ല എംപ്ലോയീനെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ തന്നെ അപ്പോയിൻറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ദെൻ ഈസിയർ ഫോർ എ പേഴ്സൺ സബ്സ്ക്രൈബ് ഷെയർസ് ഇൻ സൊസൈറ്റി ആൻഡ് മാനേജ്. കുറേ സൊസൈറ്റീസിലെ ഷെയർ എടുക്കുന്നതിനേക്കാളും ഒരു ഡിഫറെൻറ്റ് സൊസൈറ്റിയിലെ ഷെയർ എടുക്കുന്നതിനേക്കാളും ഒരു സൊസൈറ്റിയിലെ മാത്രം ഷെയർ എടുത്തുകൊണ്ട് ഡിഫറെൻറ്റ്
ഫങ്ഷൻസിൻ്റെ സൗകര്യം ലഭിക്കുക എന്നുള്ളത് ആണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അതുപോലെ ലോസസ് ഇൻ വൺ സെക്ഷൻ MPCS ക്യാൻ ഈസിലി മെയ്ഡ് അപ്പ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഓഫ് അതർ സെക്ഷൻ. ഒരു സെക്ഷനിലെ പ്രോഫിറ്റ് ലോസിനെ മറ്റൊരു സെക്ഷനിലെ പ്രോഫിറ്റ് കൊണ്ട് എന്ത് ചെയ്യുക, കവർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ പ്രോബ്ലം ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് തന്നെ, റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പ്രശ്നം തന്നെ ഒരു കോംപ്ലക്സ് വണ്ണാണ്. അതിന് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ച് നിർബന്ധമാണ്. അതുകൊണ്ട് മൾട്ടിപർപ്പസ് സൊസൈറ്റീസ് ഇത്തരത്തിൽ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ഉള്ള ഒന്നാണെന്ന് പറയാം. അതുപോലെ ലാർജ് വോളിയം ഓഫ് ബിസിനസ് റെഡ്യൂസസ് കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ. ലാർജ് വോളിയം ഓഫ് ബിസിനസ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അവരുടെ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ദെൻ നമുക്ക് ഒന്നുകൂടി പറയാം. പ്രൈം അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് 1945 തുടങ്ങിയത് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രൈമറി അഗ്രികൾച്ചർ സൊസൈറ്റീസ് മണി ലെൻഡിങ് മാത്രമായിരിക്കുന്ന ഘട്ടത്തിൽ മറ്റു മേഖലകളിലേക്ക് കൂടി സർവീസ് നൽകുന്ന ഒരു സൊസൈറ്റി എന്നുള്ള ആശയത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത്. അത്തരത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മീഷനൊക്കെ മുന്നോട്ട് വെച്ച നിർദ്ദേശം അനുസരിച്ചാണ് ഇത് രൂപം കൊള്ളുന്നത്. ദെൻ MPCSന്റെ സർവീസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്തൊക്കെയാന്ന് നമ്മൾ പറഞ്ഞു. ദെൻ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു, എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത്. മെമ്പേഴ്സിന് എന്ത് ചെയ്യും, എല്ലാ റിക്വയർമെൻറ്റ്സിനും വേണ്ടി അതുപോലെ തന്നെ സൊസൈറ്റി വെറൈറ്റി ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അട്രാക്ട് ചെയ്യുന്നു മെമ്പേഴ്സിന്. ഫ്രീക്വൻറ്റ് കോണ്ടാക്ട് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. വോളിയം ഓഫ് ബിസിനസ് ഹൈ ആണ്, അതുകൊണ്ട് ട്രെയിൻഡ് സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്നു. സബ്സ്ക്രൈബ് ഷെയർസ്, വൺ സിംഗിൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷെയർ ഹോൾഡറിൻ്റെ പല സർവീസും അവർക്ക് ലഭിക്കുന്നു. നിരവധി സൊസൈറ്റീസിൻ്റെ മെമ്പർഷിപ്പ് എടുക്കേണ്ട ഒരവസ്ഥയില്ല. ലോസ് ഇൻ വൺ സെക്ഷൻ, അത് മറ്റൊരു സെക്ഷനിലെ പ്രോഫിറ്റ് കൊണ്ട് കവർ ചെയ്തു പോകുന്നു. റൂറൽ ഡെവലപ്മെന്റ് തന്നെ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചായി ആ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് സ്വീകരിക്കുന്നു. ലാർജ് വോളിയം ഓഫ് ബിസിനസ് റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ. ഇതാണ് അഡ്വാൻറ്റേജസ്. ദെൻ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ചില ആർഗ്യുമെന്റ്സ് ഉണ്ട്. റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ 1928 വാസ് ഇൻ ഫേവർ ഓഫ് സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അവർ പറഞ്ഞ സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നല്ലതെന്നുള്ളതാണ്. പറയാൻ കാരണം Commission stated as a matter principle single purpose seemed to be best line of development. സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നല്ലത് എന്നുള്ളൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചതാണ് ആരാണ്? റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ 1928 അതിനുശേഷം അതോടൊപ്പം തന്നെ അക്കോർഡിംഗ് ടു ILO എക്സ്പെർട്ട്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ എക്സ്പേർട്സ് ഓഫ് എന്ത് ഓൺ കോർപ്പറേഷൻ, അതിൻ്റെ സിംഗിൾ പർപ്പസ് ഈസ് ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സിംഗിൾ പർപ്പസ് സൊസൈറ്റിയാണ് ബെറ്റർ എന്ന് പറയുന്നത് കാരണം കോപ്പറേറ്റീവ് നോളജ് വലിയതായിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സിംഗിൾ പർപ്പസ് ആണ് നല്ലത് എന്നുള്ളതാണ് അവർ പറഞ്ഞത് ILOയുടെ എക്സ്പേർട്സും പറഞ്ഞത്. അക്കൗണ്ട്സ് ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ് മിക്സ്ഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിക്സ്ഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീല് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നാണ് മറ്റൊരു ആർഗ്യുമെന്റ്സ് പറയുന്നത്. പിന്നെ ഡിഫിക്കൽട്ട് ടു ഗെറ്റ് കോമ്പിറ്റന്റ് പേഴ്സണിനെ കിട്ടാൻ എന്താണ് പ്രയാസമാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യമായിട്ട് പറഞ്ഞത്. ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് കോമ്പിറ്റന്റ് പേഴ്സൺ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബിസിനസ് ഓഫ് മൾട്ടിപർപ്പസ് സൊസൈറ്റി. മൾട്ടിപർപ്പസിൻ്റെ ഈ ബിസിനസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബിസിനസ്സിനെ ഡീൽ ചെയ്യാനുള്ള കോമ്പിറ്റന്റ് പേഴ്സൺസിനെ കിട്ടാനും പ്രയാസമാണെന്നാണ് ഇവർ ആർഗ്യുമെന്റ്സ് അഗേൻസ്റ്റ് ആയിട്ട് പറഞ്ഞത്. നെക്സ്റ്റ് ലാർജ് സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. സ്മോൾ സൈസ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ലിമിറ്റേഷൻ നിന്നാണ് ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ത് ചെയ്യുന്നത് രൂപം കൊള്ളുന്നത്. അതായത് സ്മോൾ സൈസ് ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്താണ്,
അതിൻ്റെ സ്മോൾ ഏരിയ ഓഫ് ഓപ്പറേഷൻ ആയിരിക്കും. അതുകൊണ്ട് മാത്രമല്ല എംപ്ലോയി തന്നെ ക്വാളിഫൈഡ് ട്രെയിൻഡ് സ്റ്റാഫിനെ അതിൽ അപ്പോയിന്റ് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ ഫണ്ട് അത്ര ലിമിറ്റഡ് ആയിരിക്കും. ഇതൊക്കെ കൊണ്ട് തന്നെ ഒരു ലാർജ് സൈസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആവശ്യകത ഉണ്ട് എന്നത് റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി എന്ത് ചെയ്തു കണ്ടെത്തി എന്നുള്ളതാണ്. റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് ലാർജ് സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസിനെ എന്ത് ചെയ്ത് ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്തത്. സ്മോൾ സൊസൈറ്റീസ് അവരുടെ എന്ത് ചെയ്തു തകർച്ചയിലേക്ക് പോയി. കാരണം അവർക്ക് സാധിച്ചില്ല, അവരുടെ ചെറിയ ഏരിയ ഓഫ് ഓപ്പറേഷൻ, അതുപോലെ ട്രെയിൻഡ് സ്റ്റാഫിനെ ഒന്നും നിയമിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല അവരുടെ സ്മോൾ ഫണ്ട്, ചെറിയ എമൗണ്ട് ഫണ്ട് മാത്രമേ അവർ കളക്ട് ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഇതെല്ലാം കൊണ്ട് തന്നെ അവർ സ്മോൾ സൈസ് ക്രെഡിറ്റ് സൊസൈറ്റീസിന്റെ ലിമിറ്റേഷൻസ് മനസ്സിലായിക്കൊണ്ട് റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി എന്ത് ചെയ്തു മുന്നോട്ട് വെച്ചതാണ് ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നുള്ളത്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാർജ് ആയിരിക്കും അതിന്റെ മെമ്പർഷിപ്പ് എന്നുള്ളത്, കവറിങ് ഗ്രൂപ്പ് ഓഫ് വില്ലേജസ്. അതുകൊണ്ട് അഡിക്വേറ്റ് ആയിട്ടുള്ള ബിസിനസ് അതിന് ചെയ്യാൻ സാധിക്കും. ലിമിറ്റഡ് ആയിരിക്കും ലയബിലിറ്റി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ലാർജ് സൈസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്തു ഓർഗനൈസ് ചെയ്തത് ലിമിറ്റഡ് ലയബിലിറ്റി ബേസിലാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ ഷെയർ ക്യാപിറ്റലിൽ സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ. ക്രോപ്പ് ലോൺ സിസ്റ്റം നമ്മൾ പറഞ്ഞു, ക്രോപ്പിന് ജാമ്യത്തിൽ മോർഗേജ് ചെയ്തുകൊണ്ട് ലോൺ കൊടുക്കാവുന്ന സിസ്റ്റം കൊണ്ടുവന്നതും ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. അതുപോലെ തന്നെ ലിങ്കിങ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, ക്രെഡിറ്റിനെ മാർക്കറ്റിംഗ് ആയിട്ട് ലിങ്ക് ചെയ്തതും ഈ ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. ഫുൾ ടൈം ക്വാളിഫൈഡ് ട്രെയിൻഡ് സ്റ്റാഫ്, ഫുൾ ടൈമും ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിൻഡ് സ്റ്റാഫിനെ നിയമിച്ചത് ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. ദേ ഷുഡ് അട്രാക്ട് സഫിഷ്യൻറ്റ് ഡെപ്പോസിറ്റ്, അതുകൊണ്ട് തന്നെ അവർക്ക് സഫിഷ്യൻറ്റ് ഡെപ്പോസിറ്റ് അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ ലാർജ് സൈസ് സൊസൈറ്റീസ് ഏകദേശം 8,000 ലാർജ് സൈസ് സൊസൈറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഇയർ 5 ഇയർ പ്ലാനിൻ്റെ സമയത്ത് ഫസ്റ്റ് 3 years തന്നെ എന്ത് ചെയ്യുക ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തന്നെ 75% കാണിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് ആണ്. ദെൻ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് അടുത്തത്. സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലാർജ് സൈസ് സൊസൈറ്റി അതിൻ്റെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ ഒരു അഗേൻസ്റ്റ് ആയിട്ടാണ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി വരുന്നത്. ലാർജ് സൈസ് സൊസൈറ്റി എന്ന് പറയുന്നത് ലാർജ് ഏരിയ കവർ ചെയ്യുന്ന സൊസൈറ്റികൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതേസമയം അങ്ങനെയല്ല വേണ്ട എന്നുള്ള പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒക്കെ അഭിപ്രായം എടുത്തുകൊണ്ട് സ്മോൾ സൊസൈറ്റീസ് എന്ന ആശയത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബേസിക് ഫിലോസഫി ആയിട്ട് അദ്ദേഹം പറഞ്ഞത് every village should be served by a cooperative society, a panchayat and a school. ഒരു വില്ലേജും എന്ത് ചെയ്യണം, സെർവ്ഡ് സൊസൈറ്റി, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, ഒരു പഞ്ചായത്ത്, ഒരു സ്കൂളായിട്ട് സെർവ് ചെയ്യണം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ന ഫിലോസഫീൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്യുന്നത് രൂപം കൊള്ളുന്നത്. സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന ആശയത്തെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ചാലഞ്ച് ചെയ്യുന്നുണ്ട്. കോപ്പറേറ്റീവ് പോളിസിയൊക്കെ എന്ത് ചെയ്തു ആ സമയത്ത് ചേഞ്ച് ചെയ്തു. പോളിസി ലാർജ് സൈസ് സൊസൈറ്റിയൊക്കെ സ്റ്റോപ്പ് ചെയ്തു. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ 1958 റെക്കമെൻഡ് ചെയ്തു ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്തായിരിക്കണം, ഷുഡ് ബി ബേസ്ഡ് ഓൺ വില്ലേജ് കമ്മ്യൂണിറ്റിയുടെ ബേസിൽ ഒരു പ്രൈമറി യൂണിറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് ആയിരിക്കണം കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപം കൊള്ളേണ്ടതെന്നുള്ള റെക്കമെൻഡേഷൻ അവർ മുന്നോട്ട് വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളത് എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത്.
ഈ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രത്യേകത ഏരിയ ഓഫ് ഓപ്പറേഷൻ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി വില്ലേജ് ആയിരിക്കും. ഒരു മാക്സിമം 500 ഫാമിലി അല്ലെങ്കിൽ ഒരു 3000 പോപ്പുലേഷൻ എന്ത് ചെയ്യും കവർ ചെയ്യുന്ന സൊസൈറ്റി ആയിരിക്കും സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിൽ അഗ്രികൾച്ചർ ലിസ്റ്റ് ഓഫ് ദി ഏരിയ അഡ്മിറ്റഡ് മെമ്പേഴ്സ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യുക അഗ്രികൾച്ചറിസ്റ്റിനെ ആയിരിക്കും. സർവീസ് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യാറ്. അഗ്രികൾച്ചർ ലോൺസ് ആണ് സാധാരണയായിട്ട് സബ്സിഡി, അതുപോലെ തന്നെ സബ്സിഡിയറി ഓക്കുപ്പേഷൻ ആയിട്ടുള്ള പോൾട്രി കോട്ടേജ് ഇൻഡസ്ട്രീസിന് അത് ലോൺ പ്രൊവൈഡ് ചെയ്യും. സർവീസ് സൊസൈറ്റി പ്രൊവൈഡ് ക്രെഡിറ്റ് അതർ ഇൻപുട്സ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ബട്ട് സപ്പോർട്ടഡ് ബൈ എക്സ്റ്റൻഷൻ സർവീസ്. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ സർവീസിനും കൂടി അവർ എന്ത് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ക്രെഡിറ്റ് ആൻഡ് അതർ ഇൻപുട്സ് മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യും. ബട്ട് എന്ത് ചെയ്യുന്നില്ല, എക്സ്റ്റൻഷൻ സർവീസിന് അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. എക്സ്റ്റൻഷൻ സർവീസ് സപ്പോർട്ട് ചെയ്യുന്ന സൊസൈറ്റി ഏതാണ് നമ്മൾ അങ്ങോട്ട് പഠിക്കുന്നുണ്ട്. സർവീസ് സൊസൈറ്റി എന്താണ്, അതിൻ്റെ മെമ്പേഴ്സിന് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് അത് നിയറായിട്ടുള്ള കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഉണ്ടെങ്കിൽ അതുവഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിൽപ്പന നടത്താൻ സാധിക്കും. സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ചില പ്രശ്നങ്ങളുണ്ട് അവയ്ക്ക്. അവയുടെ ഇപ്പോഴത്തെ കണ്ടമാനം ഓവർ ഡ്യൂസിലുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രൊഫഷണൽ മാനേജ്മെന്റിന്റെ അഭാവമുണ്ട്. പൊളിറ്റിക്കൽ ആൻഡ് ബ്യൂറോക്രാറ്റിക് ഇന്റർഫറൻസ് ധാരാളമുണ്ട്. ഇനാഡിക്വേറ്റ് അറേഞ്ച്മെന്റ് കൺവേർഷൻ ക്രെഡിറ്റ് ടു ഫിസിക്കൽ ഇൻപുട്സ്. ലാക്ക് ഓഫ് ഫാം ഗൈഡ്, ഇനാഡിക്വേറ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് കൺവേർഷൻ ക്രെഡിറ്റ് ടു ഫിസിക്കൽ ഇൻപുട്ടായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് ഇല്ല എന്നുള്ളത്. ലാക്ക് ഓഫ് ഗൈഡൻസ് അറേഞ്ച്മെന്റ്സ് അതർ മെഷർ ഫോർ ഇംപ്രൂവിംഗ് ക്രെഡിറ്റ് കപ്പാസിറ്റി ഓഫ് ഫാർമേഴ്സിന്റെ ക്രെഡിറ്റ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഇത് മെഷറോ അല്ലെങ്കിൽ ഗൈഡൻസ് അറേഞ്ച്മെന്റ്സോ ഇല്ല. ലാക്ക് ഓഫ് നോളജ് ഫോർ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഫണ്ട് യൂട്ടിലൈസേഷനുള്ള നോളജ് ഇല്ല. അഗ്രികൾച്ചർ എക്കണോമിയുടെ ഇൻസ്റ്റബിലിറ്റി, ഇതൊക്കെ ഈ സർവീസ് കോപ്പറേറ്റീവിനെ എന്ത് ചെയ്യുന്നു, ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. നെക്സ്റ്റ് ഉള്ളത് ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി ആണ്. ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി അതിൻ്റെ റീസെൻ്റ് ആയിട്ട് ഒറിജിനേറ്റ് ചെയ്ത സൊസൈറ്റിയാണ്. നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ 1972 ആണ് ഇതിനെ എന്ത് ചെയ്ത് മുന്നോട്ട് വെക്കുന്നത്. അവരുടെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്, അവരുടെ ഫൈൻഡിങ്സ് credit institution rural areas fail to take care small and marginal farmers and agriculture laborers. Agriculture laborers small and marginal farmersനെ സഹായിക്കുന്നതിൽ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു, പരാജയപ്പെട്ടു. കൂടാതെ എക്സ്റ്റൻഷൻ സർവീസസ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, സർവീസ് ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫംഗ്ഷൻ പറയുമ്പോൾ അവ എന്ത് ചെയ്യുന്നില്ല, എക്സ്റ്റൻഷൻ സർവീസസിന് എന്ത് ചെയ്യുന്നില്ല, എക്സ്റ്റൻഷൻ സർവീസസിന് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതേസമയം ഈ ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി എക്സ്റ്റൻഷൻ സർവീസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രൂപം കൊടുത്തതാണ്. ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഓഫ് കോപ്പറേറ്റീവ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ഇനാഡിക്വേറ്റ് ഇൻ ഇൻഎഫിഷ്യന്റ്. കോപ്പറേറ്റീവ്സും അതുവരെയുള്ള കോപ്പറേറ്റീവ്സും കൊമേഴ്ഷ്യൽ ബാങ്ക്സും നൽകുന്ന ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഇനാഡിക്വേറ്റ് ആണ് ഫാർമേഴ്സിന് എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി വരുന്നത്. മാത്രമല്ല മൾട്ടിപ്ലിസിറ്റി ഓഫ് ഏജൻസീസ് ക്രിയേറ്റ് കൺഫ്യൂഷൻ among farmers and has made access to credit difficult.
മൾട്ടിപ്ലിസിറ്റി ഓഫ് ഏജൻസീസ് ഒരുപാട് ഏജൻസീസ് വന്നതുകൊണ്ട് തന്നെ അവ കൺഫ്യൂഷൻ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്തു ഫാർമേഴ്സിൻ്റെ ഇടയിൽ. അത് അവരെ ആക്സസ് ടു ക്രെഡിറ്റ് എന്ത് ചെയ്തു, ഡിഫിക്കൽട്ട് ആക്കി. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഫാർമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്ത് നിലവിൽ വന്നത്. ഫാർമേഴ്സ് സൊസൈറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നോട്ട് ഓൺലി പ്രൊവൈഡ് ഷോർട്ട് ടേം ലോൺസ് മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, അവർ ലോങ് ടേം ലോൺസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചർ ലോൺ മാത്രമല്ല, സബ്സിഡി ഓക്കുപേഷന് വേണ്ടിയിട്ടുള്ള ലോണും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി നെസസറി എക്സ്റ്റൻഷൻ സർവീസ് അലോങ് വിത്ത് ക്രെഡിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ടെക്നിക്കൽ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്ത് കൊടുക്കും. എന്തെങ്കിലും ഫ്രീ സർവീസ് ബേസ് ഫ്രം ഗവൺമെന്റിൽ നിന്നുള്ള ഫ്രീ സർവീസ് എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യുന്നു, ടെക്നിക്കൽ സ്റ്റാഫിനെ അത് എന്ത് ചെയ്യുന്നു, അപ്പോയിന്റ് ചെയ്ത് കൊടുക്കും. ഓർ ഗെറ്റ് ദം ഫ്രീ സർവീസ് ബേസ് ഫ്രം ഗവൺമെന്റിൽ നിന്നുള്ള സർവീസ് ലഭിക്കുന്നുണ്ട്. ഫാർമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ദി അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് അവരുടെ പ്രത്യേകതകൾ. അപ്പോൾ എന്താണ് സർവീസ് സൊസൈറ്റീസും സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം. ഇപ്പോൾ പ്രധാനമായിട്ട് ഇവോൾവ് ചെയ്തത് ഇവല്യൂഷൻ നമ്മൾ പറഞ്ഞു. അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്, പിന്നെ ലാർജ് സൈസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, പിന്നെ ഉള്ളത് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, പിന്നെ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫാമേഴ്സ് സർവീസ് സൊസൈറ്റി. ഇതിൻ്റെ എവല്യൂഷൻ എങ്ങനെയെന്ന് പറഞ്ഞു. ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു, ആദ്യമായിട്ടുണ്ടായ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റി. then അതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, റാഫിസാൻ മോഡലിലൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി അൺലിമിറ്റഡ് ലയബിലിറ്റി ഒക്കെ ആയിട്ട് തുടങ്ങിയതാണ്. അതിൻ്റെ ഒരുപാട് ദോഷങ്ങളും അതുകൊണ്ടുണ്ട്. മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൾട്ടിപർപ്പസ് ആണ് അതിൻ്റെ ലക്ഷ്യം തന്നെ. ഫാമേഴ്സിൻ്റെ ക്രെഡിറ്റ് നീഡ് മാത്രം പോരാ, മറ്റുള്ള എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യണോ, ഇൻ്റർ ലൈഫിന് എന്ത് ചെയ്യണോ, എക്കണോമിക് ലൈഫിനെ എന്ത് ചെയ്യുന്നു, കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാ പ്രോബ്ലംസിനെയും പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു സൊസൈറ്റി രൂപം കൊടുത്തതാണ് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ദെൻ അവയുടെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. ദെൻ അഡ്വാൻറ്റേജസ് പറഞ്ഞു. ദെൻ ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. എന്താ ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റി വേണം, കാരണം സ്മോൾ സൈസ് സൊസൈറ്റീസ് ഒക്കെ പരാജയം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലാർജ് സൈസിനെ എന്ത് ചെയ്ത് റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ശുപാർശ ചെയ്ത്. പക്ഷേ അതിനെ ചിലരെന്ത് ചെയ്തിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്. അതിൽ എതിർത്തൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ ഒന്ന് ഇന്റർനാഷണൽ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് എതിരായിട്ട് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ലാർജ് സൈസ് സൊസൈറ്റീസിനെ പറഞ്ഞിട്ടുണ്ട്. മൾട്ടിപർപ്പസ് സൊസൈറ്റി അല്ല വേണ്ട, സിംഗിൾ പർപ്പസ് സൊസൈറ്റിയാണ് വേണ്ടതെന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞ ആളുകളാണ് റോയൽ കമ്മീഷനും ഓൺ അഗ്രികൾച്ചറും അതേപോലെ തന്നെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും. ദെൻ നമ്മൾ പറഞ്ഞു സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫാർമർ സർവീസ് സൊസൈറ്റി തമ്മിലുള്ള വ്യത്യാസമൊക്കെ പറഞ്ഞു. വ്യത്യാസമൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തില്ല, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഫാർമർ സർവീസ് സൊസൈറ്റി സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപം കൊടുക്കുന്നത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ ശുപാർശ അനുസരിച്ചാണ്. ഫാർമർ സർവീസ് സൊസൈറ്റി രൂപം കൊള്ളുന്നത് 1972 നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. ദെൻ ലാർജ് സൈസ് സൊസൈറ്റീസ് വേണ്ട എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നത് നമ്മുടെ ലേറ്റ് പ്രൈം മിനിസ്റ്റർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു വെച്ചാൽ സ്മോൾ സൊസൈറ്റീസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയാൻ കാരണം
ഓരോ വില്ലേജിനും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള ആശയത്തെ ആണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അദ്ദേഹം എന്ത് ചെയ്തു, മറ്റുള്ള റൂറൽ സർവേ കമ്മിറ്റിയുടെ ഒക്കെ റെക്കമെൻഡേഷൻ എന്ത് ചെയ്തു, ചാലഞ്ച് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തത്, സർവീസ് കോപ്പറേറ്റീവ് എന്ന ആശയം മുന്നോട്ട് വെച്ചത്. സർവീസ് കോപ്പറേറ്റീവ്സിന്റെ ഗുണവശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയാ, പോരായ്മകളിൽ നിന്നാണ്, ഗുണവശങ്ങൾ എന്നല്ല പോരായ്മകളിൽ നിന്നാണ് എന്ത് വരുന്നത്, ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി വരുന്നത്. എക്സ്റ്റൻഷൻ സർവീസ് പോലുള്ളവ ഫാമേഴ്സിൻ്റെ വേണ്ട ടെക്നിക്കൽ ഗൈഡൻസ്, ടെക്നിക്കലായിട്ടുള്ള ഈ സഹായങ്ങളൊക്കെ നൽകുക, മറ്റ് എക്സ്റ്റൻഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരേ ഒരു ഏജൻസി എന്നുള്ള രീതിയിൽ ഒരേ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫാമേഴ്സ് സർവീസ് സൊസൈറ്റിയാണ്. അതാണ് ഇവയുടെ മറ്റുള്ള സൊസൈറ്റിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്.